ഫേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന സെക്ഷൻ കൂളോംസ് ലോ ആണ്. കൂളോംസ് ലോയെ കുറിച്ച് നമുക്ക് നോക്കാം. കൂളോംസ് ലോ പഠിക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് പോയിന്റ് ചാർജസിന് ഇവിടെ എടുക്കുകയാണ്, Q1ഉം Q2ഉം. ആ രണ്ട് ചാർജസിനെ R എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസ്റ്റൻസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് Q1ഉം Q2ഉം ചാർജസ് ആയതുകൊണ്ട് അവർ പരസ്പരം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് Q1ഉം Q2ഉം ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഫോഴ്സ് റിപ്പൽസീവുമായിരിക്കും. Q1ഉം Q2ഉം അൺലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂളോംസ് ലോ പഠിക്കുന്നതിനായിട്ട് ആദ്യം എക്സ്പെരിമെന്റ് ചെയ്ത ആള് Q1ന്റെയും Q2ന്റെയും മാഗ്നിറ്റ്യൂഡ് കൂട്ടി. മാഗ്നിറ്റ്യൂഡ് കൂട്ടുന്നതനുസരിച്ച് ഇവരുടെ ഫോഴ്സ്, ഇവർ പരസ്പരം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുന്നതായിട്ട് കണ്ടു. ആ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നും അദ്ദേഹം ആദ്യമായി പറഞ്ഞതാണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. എന്താ ചെയ്തത്? ആദ്യം Q1ന്റെയും Q2ന്റെയും മാഗ്നിറ്റ്യൂഡ് കൂട്ടി. മാഗ്നിറ്റ്യൂഡ് കൂട്ടിയപ്പോൾ എന്ത് മനസ്സിലായി? അവർ പരസ്പരം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അളവ് കൂടുന്നതായിട്ട് മനസ്സിലായി. അതിൽ നിന്നും അദ്ദേഹം എഴുതിയതാണ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. രണ്ടാമത് അദ്ദേഹം ചെയ്തത് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ കൂട്ടിയ സമയത്ത് എന്ത് മനസ്സിലായി? അവർ പരസ്പരം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കുറയുന്നതായിട്ട് മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം ചെയ്തത് ആ ചാർജസ് പരസ്പരം എക്സേർട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറച്ച സമയത്ത് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഫോഴ്സ് കൂടുന്നതായിട്ട് മനസ്സിലായി. ആ രണ്ട് കാര്യത്തിൽ നിന്നും അദ്ദേഹം എഴുതിയതാണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് കൂളോംസ് ലോ എന്ന് വിളിക്കുന്നത്. എന്താണ് കൂളോംസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. അതുപോലെ തന്നെ എന്താണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദം. ചേർത്ത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദം. അതാണ് കൂളോംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഈ ഒരു ഫോഴ്സ് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടു. അങ്ങനെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് കൂളോംസ് ലോയെ വേറൊരു പേരിട്ട് വിളിക്കുന്നു ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഇൻവേഴ്സ് സ്ക്വയർ ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലോ എന്ന് വെച്ചാൽ കൂളോംസ് ലോ ആണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ഇക്വേഷൻസിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നു. ഈ ഇക്വേഷൻസിനെ പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ദിസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദം. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ ഒരു ഇക്വേഷൻ മാത്രം കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഞങ്ങൾക്ക് കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ എഴുതാൻ പറയാനായിട്ട് ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇവിടെ നിന്ന് പറയാൻ പറ്റും എന്താണ് കൂളോംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് and inversely proportional to square of the distance separating them. എപ്പോഴും ഓർമ്മിച്ചിരിക്കുക, ഡെഫിനിഷൻ ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് നോക്കാം. F is equal to a constant C into Q1 Q2 divided by R square, where C is having the value 1 by 4 pi epsilon. ഇതാണ് 1 by 4 pi epsilon. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ടേം ഇവിടെ കണ്ടു, എപ്സിലോൺ. എപ്സിലോൺ എന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ആ എപ്സിലോൺ എന്താണെന്ന് നമുക്ക് നോക്കാം. എപ്സിലോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി. വിളിക്കുന്ന പേരെന്താണ്? പെർമിറ്റിവിറ്റി എന്നാണ്. ഇപ്പോ പെർമിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ രണ്ട് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുണ്ടായിരിക്കുന്ന മീഡിയത്തിനുള്ള പ്രോപ്പർട്ടിയാണ് പെർമിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ കൂളോംസ് ലോയിൽ നിന്നും നമ്മൾ കുറച്ചൊന്ന് മാറി എന്താണ് പെർമിറ്റിവിറ്റി എന്നൊന്ന് അറിയണം. അത് +2 ലെവലിൽ പഠിക്കാൻ ഇല്ലാത്തതാണ്, എങ്കിലും നമ്മളൊന്ന് അറിയണം എന്താണ് പെർമിറ്റിവിറ്റി എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം Q1ഉം Q2ഉം രണ്ട് ചാർജുകളാണ്. ആ ചാർജസ് പരസ്പരം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഐദർ റിപ്പൽസീവ് ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആയിരിക്കും, നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സുകൾ ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നത് ഓരോ ലൈനിലൂടെ ആയിരിക്കും ആ ഫോഴ്സുകൾ ആക്ട് ചെയ്യപ്പെടുന്നത്. ആ ലൈൻസ് ഓഫ് ഫോഴ്സിനെ കുറിച്ച് അടുത്ത സെക്ഷനിൽ നമുക്ക് പഠിക്കാന്നുള്ളതാണ്. ഈ ഫോഴ്സുകൾ ആക്ട് ചെയ്യപ്പെടുന്നത് ലൈനിലൂടെ ആയിരിക്കും. ഒന്നാമത്തെ ചാർജ് രണ്ടാമത്തെ ചാർജിലേക്ക് 100 യൂണിറ്റ് ഫോഴ്സിനെ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഫോഴ്സിനെ ആ മീഡിയം അബ്സോർബ് ചെയ്തെടുക്കുന്നു.
അവശേഷിക്കുന്ന 40 മാത്രമായിരിക്കും രണ്ടാമത്തെ ചാർജിലേക്ക് എത്തുന്നത്. എന്താണ് പെർമിറ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മീഡിയം ഒരു ചാർജ് കൊടുക്കുന്ന ഫോഴ്സിന്റെ കുറച്ച് ഭാഗത്തിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. ആ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ മീഡിയം ടു സ്റ്റോർ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, എങ്കിലും അത് കറക്റ്റ് ഡെഫിനിഷൻ അല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, പ്ലസ് 2 ലെവലിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 100 യൂണിറ്റ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മുഴുവനും ഫോഴ്സും മറ്റു ചാർജിലേക്ക് എത്തില്ല. കുറച്ച് ഭാഗം ആര് അബ്സോർബ് ചെയ്തെടുക്കും? ആ മീഡിയം അബ്സോർബ് ചെയ്തെടുക്കും. ആ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്ന മീഡിയം എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണ്. എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രീ സ്പേസിനെ അല്ലെങ്കിൽ എയറിന്റെ പെർമിറ്റിവിറ്റി വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് വിളിക്കുന്നു. അതിനെ എപ്സിലോൺ 0 എന്ന അക്ഷരം കൊണ്ട് എഴുതുന്നു. എപ്സിലോൺ 0 എന്ന അക്ഷരം കൊണ്ട് എഴുതുന്നു. അപ്പോൾ ഈ രണ്ട് ചാർജസ് സെപ്പറേറ്റ് ചെയ്യുന്ന മീഡിയം എയർ ആണെന്നുണ്ടെങ്കിൽ ഈ സിയുടെ വാല്യൂ എത്രയായിട്ടായിരിക്കും വരുന്നത്? 1/4π എപ്സിലോൺ 0 എന്ന് വരുന്നു. ആ സിയുടെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂളോംസ് ലോയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? F is equal to 1/4π എപ്സിലോൺ 0 Q1 Q2 divided by R square. 4 ഇക്വേഷൻസ് ആണ് കൂളോംസ് ലോയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദം. അവർ രണ്ടിനൂടെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഒരു ഇക്വേഷൻ. നാലാമതായിട്ട് വരുന്നത് കോൺസ്റ്റന്റ് കൊടുത്തുകൊണ്ട് വരുന്ന ഇക്വേഷൻ F is equal to 1/4π എപ്സിലോൺ 0 Q1 Q2 divided by R square. എപ്സിലോൺ 0 നെ വിളിക്കുന്ന പേരെന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് വിളിക്കുന്നു. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിന് വാല്യൂ ഉണ്ട്. അതിന്റെ വാല്യൂ ആണ് എപ്സിലോൺ 0 is equal to 8.854 into 10⁻⁻12. കോൺസ്റ്റന്റ് ആണ്. അതിന് യൂണിറ്റ് ഉള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എപ്സിലോൺ 0യുടെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കണം. യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്നതാണ്. എന്തിന്റെയാണോ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ നിന്ന് എപ്സിലോൺ 0യുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്താൽ എന്തെന്ന് കിട്ടും? എപ്സിലോൺ 0 ഇവിടെ വരും. ഫോഴ്സ് ഈ സൈഡിലേക്ക് വരും. അപ്പൊ എന്താവും? എപ്സിലോൺ 0 is equal to 1/4πf into Q1 Q2 divided by R square. ഇവിടെ നിന്ന് ഫോഴ്സിന്റെ യൂണിറ്റും ചാർജിന്റെ യൂണിറ്റും ഡിസ്റ്റൻസിന്റെ യൂണിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ SI യൂണിറ്റ് കിട്ടും? എപ്സിലോൺ 0യുടെ SI യൂണിറ്റ് കിട്ടും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സ് താഴെ വന്നിരിക്കുന്നു. യൂണിറ്റ് എന്താവും? N⁻⁻1 into കൂളോം സ്ക്വയർ m²-2. ഇപ്പൊ എന്താണ് എപ്സിലോൺ 0യുടെ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ N⁻⁻1 കൂളോം സ്ക്വയർ m²-2. അപ്പൊ എപ്സിലോൺ 0യുടെ യൂണിറ്റും വാല്യൂ നമ്മൾ കാണാൻ പഠിച്ചു കഴിഞ്ഞു. എപ്സിലോൺ 0 is equal to എന്താണ്? 8.854 into 10⁻⁻12 N⁻⁻1 കൂളോം സ്ക്വയർ m²-2. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ കണ്ടു കൂളോം ലോയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു, കൂളോം ലോയുടെ ഇക്വേഷൻ കണ്ടു, എപ്സിലോൺ 0യുടെ വാല്യൂ പഠിച്ചു, അതിന്റെ യൂണിറ്റ് എഴുതി. അടുത്തായിട്ട് നമുക്ക് അറിയേണ്ടത്, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് രണ്ട് മീഡിയം അല്ലെങ്കിൽ ചാർജസ് സെപ്പറേറ്റ് ചെയ്യുന്ന മീഡിയം എയർ ആയിട്ട് വെച്ചപ്പോൾ ഉള്ള സെക്ഷനാണ് നമ്മളിവിടെ കണ്ടത്. ഇനി എയറിന് പകരം മറ്റൊരു മീഡിയം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എയറിന് പകരം മറ്റേതൊരു മീഡിയം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാലും കൂടുതലായിട്ട് ഫോഴ്സിനെ ആ ഒരു മീഡിയം അബ്സോർബ് ചെയ്തെടുക്കുകയും രണ്ടാമത് ചാർജിന് കിട്ടുന്ന ഫോഴ്സ് കൃത്യമായി കുറയുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഏതൊരു മീഡിയത്തിനെ ഇതിനിടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി കൂടുതൽ തന്നെയായിരിക്കും. അങ്ങനെ പെർമിറ്റിവിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഫോഴ്സിനെ അവൻ അബ്സോർബ് ചെയ്തെടുക്കുകയും രണ്ടാമത്തെ ചാർജിന് കിട്ടുന്ന ഫോഴ്സ് കുറയുകയും ചെയ്യും. ഓർമ്മിച്ച് വെച്ചിരിക്കുക, പെർമിറ്റിവിറ്റി കൂടുന്നതനുസരിച്ച്, മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് അവർക്ക് പരസ്പരം ഉണ്ടാവുന്ന ഫോഴ്സിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റ് ആണ്. മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് അവർ പരസ്പരം എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമ്മൾ അടുത്തൊരു ഇക്വേഷൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത്, മീഡിയത്തിനെ മാറ്റിയതിനു ശേഷം മറ്റൊരു മീഡിയത്തിനെ ഇവിടെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാല്യൂ F is equal to 1/4π epsilon into Q1 Q2 divided by R square എന്ന് വരും. where epsilon is the permittivity of that medium. നമ്മൾ ഏത് മീഡിയത്തിനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആ എപ്സിലോണിന് പകരം നമ്മളൊരു വാല്യൂ കൊണ്ട് എഴുതുന്നു. F is equal to 1/4π epsilon 0 epsilon R into Q1 Q2 divided by R square. അവിടെ പിന്നെ ഒരു പുതിയ ടേം കൊണ്ടുവന്നിട്ടുണ്ട്.
എന്താണ് ഈ എപ്സിലോണിന് പകരം നമ്മൾ എഴുതി എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് എഴുതി. അവിടെ നിന്ന് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. വേറെ എപ്സിലോൺ ആർ ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ ആറിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇവിടെ നിന്ന് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എയറിന്റെ പെർമിറ്റിവിറ്റിയുമായി താരതമ്യം ചെയ്ത് പറയുന്നതിന് വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഒരു റേഷ്യോ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഉണ്ടായിരിക്കില്ല, ഡയമെൻഷനും ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളിന്ന് പഠിച്ചതാണ് കൂളോംസ് ലോ പഠിച്ചു, കൂളോംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, കൂളോംസ് ലോയുടെ ഇക്വേഷൻ പഠിച്ചു. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഏതല്ലാതെ മറ്റൊരു മീഡിയമാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ പഠിച്ച ഇക്വേഷനാണ് 1/4πε0 എപ്സിലോൺ r Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്ന് പഠിച്ചു. അതിൽ എപ്സിലോൺ 0യുടെ വാല്യൂ പഠിച്ചിരുന്നു. എത്രയാണ്? 8.854 × 10⁻⁻12 N⁻⁻1 കൂളോം സ്ക്വയർ m⁻⁻2 എന്ന് പഠിച്ചു. അതിനുശേഷം എപ്സിലോൺ ആർ എന്ന് വെച്ചാൽ എന്തെന്ന് പഠിച്ചു? എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന് പഠിച്ചു. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ ആറിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഇത്ര കാര്യങ്ങളാണ് കൂളോംസ് ലോയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോം പഠിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിന്റെ പ്രോബ്ലവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.